ഹായ് ഗഡികളെ, എന്താണ് എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു സൺഡേ ആയിട്ട് ഇന്ന് നമ്മുടെ ദുബായ് ഇൻവെസ്റ്റ് മാർക്കിലുള്ള ഒരു പെറ്റ് ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടേക്ക് ഒന്ന് ഇറങ്ങാൻ വിചാരിച്ചു. റോഡിൻ്റെ അവിടെ പറയാം. അപ്പോൾ നമ്മൾ പെറ്റ് ഷോപ്പിലേക്ക് പോകണം. പെറ്റ് ഷോപ്പിലെത്തിയിട്ട് ബാക്കിയുള്ള വിഷയങ്ങളാണ്. നല്ല കോറൽസ് ഉണ്ട്, അതേപോലെ തന്നെ നല്ല നല്ല ഫിഷുകളുണ്ട്. ഇപ്പോൾ നോർമൽ വാട്ടർ ആയാലും പിന്നെ സീ വാട്ടർ ഫിഷ്, അങ്ങനെ നല്ല കുറേ ഫിഷുകളുണ്ട്. അപ്പോൾ ഞാനതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങൾ കാണും. ഓക്കെ, ബൈ. പിന്നെ നമ്മുടെ വീഡിയോസ് എല്ലാതും കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ്. അതിലേക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതിനൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഇതവിടെയാണ് നമ്മുടെ പെറ്റ് ഷോപ്പ് ഉള്ളത്. പെറ്റ് ഷോപ്പ് എന്ന് തന്നെ പേര് എൻ്റെ. നമ്മുടെ ദുബായ് ഇൻവെസ്റ്റ്മെൻറ്റ് പാർക്ക് മെട്രോ സ്റ്റേഷൻ ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നടക്കാനുള്ളൂ, ഒരു 5 മിനിറ്റിന് ദൂരമുള്ളൂ നടന്നാൽ. നല്ല മീനുകളുണ്ട്, കുറച്ച് എക്സ്പെൻസീവ് ആണ് ചില മീനുകളൊക്കെ, പക്ഷെ നല്ല ക്വാളിറ്റിയാണ്. പെട്ടെന്ന് ചത്തുപോലെയാണ് തോന്നുന്നത്, അത്രയും നല്ല ക്വാളിറ്റി. ഞാൻ ഒരട്ടം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാം. ഓക്കെ, അപ്പോൾ ഗിഡികളെ, നമ്മുടെ പെറ്റ് ഷോപ്പ് വരുന്നത് നമ്മുടെ ഡെൽറ്റ ഹോട്ടൽസ് ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടാണോ ബാക്ക് സൈഡാണോ എന്നറിയില്ല, അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. ഇതാണ് നമ്മുടെ പെറ്റ് ഷോപ്പ്. നല്ല വലിയ പെറ്റ് ഷോപ്പാണ്. ഞാനിവിടെ കൂടുതലുള്ളത് ഫിഷുകളും പിന്നെ അതിൻ്റെ ആക്സസറീസും പിന്നെ പെറ്റ്സിൻ്റെ ഫുഡ്, അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഞാനിവിടെ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അകത്ത് കയറിയപ്പോൾ നല്ല ഭംഗിയിൽ നമ്മുടെ ഹാലോവിൻ ഡേ ആയിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ഡെക്കറേഷൻസൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ തന്നെ അതിൻ്റെ പ്രേതത്തിൻ്റെ കുറേ രീതിയിലുള്ള എന്തൊക്കെ ഡെക്കറേഷനാണ്. സൈഡിൽ ഇഷ്ടംപോലെ പെറ്റ്സിൻ്റെ ഫുഡ്, കാറ്റ്സ്, ഡോഗ്സ്, അതിൻ്റെയൊക്കെ ഫുഡുകൾ അവിടെ ഉണ്ട്. പിന്നെ അങ്ങോട്ട് കുറച്ചുകൂടി ചെന്നപ്പോഴാണ് നല്ല വലിയ അക്വേറിയം കണ്ടത്. അതിലെന്ന് വെച്ചാൽ നമ്മുടെ സീ വാട്ടർ, സീ ഏഞ്ചൽ, പിന്നെ കുറച്ച് ഫിഷുകളുണ്ട്, പേരുകൾ എനിക്ക് ക്ലിയർ ആയിട്ടല്ല, പക്ഷെ നല്ല വലിയ അക്വേറിയമാണ്. അതിൽ ഇഷ്ടംപോലെ ഫിഷും ഉണ്ട്. പിന്നെ കോറൽസ് ആണോ എന്ന് ക്ലിയർ ആയിട്ട് കാണില്ല, കോറൽസ് എന്ന് തോന്നുന്നു. വലിയ അക്വേറിയമാണ്. അത് ഇഷ്ടംപോലെ കൂടുതലും ഞാൻ അതിൽ കണ്ടത് സീ വാട്ടർ ഏഞ്ചലാണ്, സീ ഏഞ്ചലിനാണ്. നല്ല ഭംഗിയുണ്ട്, നല്ല വലിയ അക്വേറിയമാണ്. അതേപോലെ തന്നെ നല്ല അക്വേറിയം ഉണ്ട്, നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള അക്വേറിയം, ചെറിയ അക്വേറിയം, സ്മോൾ, കർവ് ടൈപ്പ്, അങ്ങനെ സ്ക്വയർ, പല ടൈപ്പുള്ള അക്വേറിയം ഉണ്ട്. പ്ലാന്റഡ് അക്വേറിയം ഉണ്ട്, ഇഷ്ടംപോലെ പ്ലാന്റുകൾ ഉണ്ട് അവിടെ. ജാവമോസ്, അതേപോലെ തന്നെ പേര് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ലെങ്കിൽ കുറേ നല്ല ഭംഗിയുള്ള കുറേ പ്ലാന്റ്സ് ഉണ്ട് അക്വേറിയത്തിൽ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ വെച്ച് നല്ല അക്വേറിയങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് നല്ല ഭംഗിയായിരിക്കും. ഞാൻ ഇതിൻ്റെ വേറെ വീഡിയോ കാണിച്ചറിയാം. ഇവർ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല അക്വേറിയംസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് ഫിഷിൻ്റെ പേര് പറഞ്ഞോടെ എനിക്ക്, പക്ഷേ ഞാൻ വീഡിയോ ഫോൺ കൊണ്ടു ചെന്നപ്പോൾ എന്നെ ഓൾറെഡി ഹൈഡായി, ഓടി വിളിച്ചു. ഇത് പിന്നെ നമ്മുടെ ഓസ്കാർ, പിന്നെ നമ്മുടെ ഗോൾഡൻ ഡ്രമാണ്. അത് കുട്ടികളാണ് തോന്നുന്നു, അധികം വലുതായിട്ടല്ല, ചെറിയ കുട്ടികളാണ്. ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, ഒരു 5-6-7 പീസുകളുണ്ട്. അധികം അവർ യൂസ് ചെയ്യാറില്ല. ഇതിൻ്റെ പിന്നെ സിക്ലിഡാണ്, പക്ഷേ ഏത് ടൈപ്പാണെന്ന് ഞാൻ നോക്കിയില്ല. നല്ല ഭംഗിയുണ്ട് അക്വേറിയത്തിൽ, നന്നായി അവർ നല്ല ഭംഗിയിൽ കുറേ ഫിഷുള്ള കാരണം നല്ല എടുത്ത് കാണിക്കേണ്ടവരെ, നല്ല ഭംഗിയിലിരിക്കേണ്ടവർ. കുറച്ച് നേരം ഞാൻ നോക്കിയിരുന്നു. പിന്നെ എന്തായാലും പിന്നെ അടുത്ത ഫിഷ് നോക്കി പറഞ്ഞത് ഓസ്കാർ. അത് വേറെ ലെവൽ, നല്ല ഭംഗിയുള്ള വേറെ ലെവൽ ഓസ്കാർ. ഒരു പേര് ഫയർ റെഡ് ആണെന്ന് തോന്നുന്നു, ഫയർ റെഡ് ആണോ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ നല്ല ഇഷ്ടംപോലെ ടെട്രാസ് ഉണ്ടായിരുന്നു, ഗ്ലോയിങ് ടെട്രാസ്. അത് പിന്നെ എല്ലാ ഷോപ്പിലാണ്, നല്ല ബ്രൈറ്റാണ്, പച്ച, മഞ്ഞ, നീല ഒക്കെ ഉണ്ടാവും. ഇത് ഗോൾഡ് ഫിഷ് ഉള്ളത് നോർമലായിട്ട് എല്ലാ പെറ്റ് ഷോപ്പിലും ഉണ്ടാവുന്ന ഒരു സാധനമാണ്. അപ്പാണ് ഇവനെ കണ്ടത്. ഇവൻ വേറെ ലെവൽ അരോണ, ഏത് സിൽവർ അരോണെന്ന് തോന്നുന്നു, ക്ലിയർ ആയിട്ട് അറിയില്ല. പക്ഷെ അവൻ്റെ ഒരു നീന്തൽ കാണണം, പൊള്ളിയായിരുന്നു. കുറച്ച് ആരങ്ങൾ നോക്കുന്നു. ഇവൻ്റെ പേരാണെങ്കിൽ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സ്ഥലത്ത് മറന്നുപോയി. ആർക്കെങ്കിലും അറിയുമെന്ന് കമൻറ്റ് ചെയ്യണം, ഞാൻ മറന്നത് വേണ്ട. പിന്നെ നമ്മുടെ സിക്കിൾ ഫിഷിൻ്റെ ടാങ്ക്, അതിൽ പിന്നെ പല വെറൈറ്റി സിക്കിളുണ്ട്. അതിൽ പ്ലാന്റൊക്കെ നമ്മുടെ ഇതാണ്, പ്ലാസ്റ്റിക്കാണ്. എന്നാലും അത് ഡെക്കറേറ്റ് ചെയ്തുള്ള വേറെ നല്ല ഭംഗിയിലാണ് ഡെക്കറേറ്റ് ചെയ്തത്. നല്ല ഹൈഡിങ് പ്ലേസും അപ്പോൾ നല്ല ഫിൽട്രേഷനും അതൊക്കെ കൊടുത്തിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ. നമുക്ക് എങ്ങനെയായാലും നമുക്ക് ഇതുപോലത്തെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹം തോന്നും. ആ രീതിയിലാണ് അവർ ആ അക്വേറിയം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഡിസ്കസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കി, അത് ഒറിജിനലും സ്റ്റിക്കറാണ് ബാക്കിൽ, എന്നാലും അതൊരു പ്രത്യേക ഭംഗി കൊടുക്കണം, അതിന് ഒരു വൈബ് കൊടുക്കുന്നുണ്ട്. കാരണം അത്രയും ആ ഫിഷിന് അനുയോജ്യമായ തന്നെ രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റിക്കർ അവർ കൊടുത്തുള്ള കാരണം. പിന്നെ അതിൻ്റെ സ്റ്റോണായാലും അവർ കൊടുത്തുള്ള ചെറിയ പ്ലാന്റുകളായാലും ഒക്കെ നല്ല ഭംഗിയിൽ അവർക്ക് ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇത് വേറെ ഡിസ്കസ് ഫിഷാണ്, എന്നാലും അതിന് നന്നായിട്ട് ചേരുന്നുണ്ട്. നല്ലൊരു ബ്രൈറ്റിങ് കൊടുക്കുന്നുണ്ട്. ആ ബാക്ക്ഗ്രൗണ്ട് ആയാലും ആ സ്റ്റോൺസ് ആയാലും ചെറിയ അക്വേറിയം വുഡ് ഇതൊക്കെ നല്ല രീതിയിൽ
കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചെറിയ ചെറിയ ഏഞ്ചലിൻ്റെ കുട്ടികളുണ്ടായിരുന്നു. ഇത് ഏത് ഏഞ്ചലാണെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല, എന്നാലും ഏഞ്ചൽസ് ഉണ്ടായിരുന്നു. പിന്നെ ഗൗരാമി, അങ്ങനെ ചെറിയ ഫിഷുകൾ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്താണ്. അത്രയും നല്ല ഭംഗിയിലാണ് അവരവിടെ നിൽക്കണം, അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ നിൽക്കാൻ തോന്നിയില്ല. ഇത് പിന്നെ നമ്മുടെ കോയി ഫിഷ്, അവനും അതെ ഏറ്റവും നല്ല വലിയ ടാങ്കിലാണ് കിടക്കുന്നത്. പിന്നെ കുറച്ച് നേരം അവനെ നോക്കിയിരുന്നു, അവൻ്റെ ഭംഗി കണ്ടിട്ട്. ഇതുപോലത്തെ ഒരു എൻ്റെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ അതിനെ സെയിൽ ചെയ്തു. പിന്നെ ഇവരിപ്പോൾ കണ്ടപ്പോൾ അതിൻ്റെ ഓർമ്മയിൽ കുറച്ച് നേരം നോക്കിയിരുന്നു. പിന്നെ ഞാൻ നേരെ പോയത് നമ്മുടെ സീ വാട്ടർ ഫിഷുകളുള്ള കുറേ ഫിഷുകളുള്ള അക്വേറിയത്തിൻ്റെ അടുത്തൊക്കെ പോയത്. അവിടെയാണ് നമ്മൾ കോറൽസ്, മെയിനായിട്ട് കോറൽസിൻ്റെ സെക്ഷനാണ്. കുറേ കുഞ്ഞു കുഞ്ഞു കോറൽസ്, അതിൻ്റെ പേരൊന്നും അറിയില്ലെങ്കിലും നല്ല ഭംഗിയാണ്. അത് വെച്ച് കഴിഞ്ഞാൽ മറ്റേ നിമോ ഫിഷ് ഇല്ലേ, ചെറിയ ചെറിയ ഫിഷുകൾ ഞാൻ കാണിച്ചു തരാം. അതിനെന്തായാലും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അവർ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കോറൽസാണ് തീയിരിക്കുന്നത്. മറ്റേ മാല കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് ഇവരാണ് അവർ. ഇതിൻ്റെ പേര് ശരിക്കും അതല്ല, പക്ഷേ നമ്മൾ നിമോ ഫിഷ് എന്ന് പറഞ്ഞ് ശീലിച്ചാൽ മെയിനായിട്ട് അങ്ങനെ നമ്മൾ ഇതിനെപ്പോഴും പറയുള്ളൂ. ഇതിൻ്റെ പേര് വേറെ. ഇതിൻ്റെ കുറേ ടൈപ്പ് ഉണ്ട്, പല വെറൈറ്റി ഫിഷ് ഉണ്ട്. പിന്നെ ആശ നമ്മുടെ ക്യാമറ വല്ല ഫോൺ കണ്ടപ്പോൾ കുറച്ചുകൂടെ അഗ്രീവ്സായി. നമ്മളൊന്ന് അറ്റാക്ക് ചെയ്ത രീതിയിലുള്ള ഇതായിരുന്നു. കുറച്ചും കൂടെ വരും, പിന്നെ അങ്ങോട്ട് പോവും. കുറച്ച് ദേഷ്യത്തിലാണ് ആശ. പിന്നെ നമ്മുടെ ഇതിൻ്റെ പേരും എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. ഒന്നാമത് സീ ഫിഷിൻ്റെ പേര് ക്ലിയർ ആയിട്ട് കിട്ടില്ല. നന്നായി അതിനെക്കുറിച്ച് അറിവുള്ളവർ കിട്ടുള്ളൂ. ഞാൻ സീ ഫിഷ് അധികം നോക്കാറില്ല, മെയിനായിട്ട് നമ്മുടെ നോർമൽ വാട്ടർ ഫിഷിനെ നോക്കാറുള്ളൂ. പിന്നെ വേറെ ഭംഗി കണ്ടില്ലേ, ആ ഗ്ലാസ്സിന് ചെറിയ സ്ക്രാച്ചുള്ള തന്നെ അവരെ ഭംഗി ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. ഇതിൻ്റെ പേരൊന്നും പിടുത്തമേ ഇല്ല എന്താണ്. എന്നാലും അവൻ്റെ ആ ഉണ്ടക്കണ്ണം വിരിച്ചുള്ള നോട്ടം കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ തോന്നി. അതിനെന്തോ കലിപ്പാണ്. ഇതും അതെ, ആ ചെറിയ ഫിഷാണ് ഞാൻ പറഞ്ഞില്ലേ, നീമോ നമ്മൾ പറയാറുള്ള അതിൻ്റെ വേറെ വെറൈറ്റി. അവർ ഓൾറെഡി സീ വാട്ടർ അക്വേറിയം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ അതിലാണ് അവർ ഇട്ടുള്ളത്. അവിടെ തന്നെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇത് പിന്നെ നമ്മുടെ സീ ഏഞ്ചൽസ് എന്ന് പറയും. നമ്മുടെ നോർമൽ ഏഞ്ചൽസ് അല്ല, സീ ഏഞ്ചൽസ്, അതിൻ്റെ ഒരു സെക്ഷനാണ്. അവരായാലും ഒരു സ്ഥലത്ത് അടങ്ങിക്കില്ല, അങ്ങോട്ടോടെ ഇങ്ങോട്ടോടെ ഫുള്ള്. ഞാനതിൻ്റെ പിന്നാലെ ഫോണും കൊണ്ട് ഓടേണ്ടായിരുന്നു, കാരണം അവരെ മര്യാദ കിട്ടണമെങ്കിൽ. ഇതിൻ്റെ പേരും ഒരു ഐഡിയ ഇല്ല. ആർക്കെല്ലാം അറിയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, കാരണം ഇതിൻ്റെ പേരറിയില്ല, ഞാൻ നോക്കിയില്ല, പേര് ശ്രദ്ധിച്ചില്ല. നല്ല ഭംഗിയുണ്ട്, എന്തോ കുതിരയുടെ ഫേസുള്ള എന്തോ സൈസ് ഫിഷാണ്. അപ്പോൾ അവനെ വിട്ടളയൊന്നുമില്ല അവൻ. അപ്പോൾ മീനുകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. നല്ല ഇഷ്ടംപോലെ മീനുകളുണ്ട്. നമ്മുടെ നിമോ നമ്മുടെ മൂവി ഉണ്ടല്ലേ, അതിലുള്ള ഫിഷ്, അങ്ങനെ അതിനൊപ്പം തന്നെയുള്ള ഫിഷുകളുടെ പേരൊന്നും എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. ചില ഫിഷുകൾ ഒന്നാമത് സീ വാട്ടർ ഫിഷുകൾ എനിക്ക് ക്ലിയർ ആയിട്ടല്ല. മറ്റുള്ള ഫിഷുകൾ ഏഞ്ചൽ, ഓസ്കാർ അങ്ങനത്തെ ഒക്കെ അറിയെങ്കിലും ഇവരെക്കുറിച്ച് അധികം അറിയില്ല. കുറച്ച് വെറൈറ്റി പേരുകളാണ് ഇവരൊക്കെ, അതുകൊണ്ട് അങ്ങനെ ക്ലിയർ ആയിട്ട് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ചിലർക്ക് നല്ല ഭംഗിയാണ്. ചില ഗ്ലാസ്സുകളിൽ ചെറിയ സ്ക്രാച്ചുള്ള കാരണം അധികം ക്ലിയർ അല്ല. പക്ഷേ ചിലതൊക്കെ ഞാൻ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പൊളിയായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കണ്ടാലും നിങ്ങൾക്കറിയാം. നല്ല നല്ല ഫിഷുകളാണ്. ഫിഷുകൾ മാത്രമല്ല, വേറെ അക്വേറിയം ഉണ്ട്, പിന്നെ ആക്സസറീസ് ഇഷ്ടമാണുണ്ട്, ഫിൽറ്റർ, അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ വെക്കണ സ്റ്റോണ്, വുഡ്, അത് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും. നമ്മുടെ ഇത്രയും തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഒരു മീനൊക്കെ മേടിച്ചിട്ടാൽ അവിടെ നീന്തി കളിക്കണ നല്ല ഭംഗിയല്ലേ, ഒരു സമാധാനം കിട്ടും. അപ്പോൾ നിങ്ങളും ഒരു മീനെങ്കിലും മേടിച്ചിടുക. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് അതിലൊരു സന്തോഷം കിട്ടും. ഇത്രയും തിരക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ അതിനൊക്കെ കുറച്ച് തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് സമാധാനമായിരിക്കും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം, ഒരു മീനൊക്കെ മേടിച്ച് വളർത്താനൊക്കെ ശ്രമിച്ചു നോക്കാം. അപ്പോൾ ഞാനെൻ്റെ മീൻ്റെ വീഡിയോസൊക്കെ എടുത്തു. ഇനി തിരിച്ച് പുറമേ പോകണം. മെട്രോ സ്റ്റേഷൻ അവിടെ നടന്ന് ബസ് കയറിയിട്ടിനി തിരിച്ച് റൂമിക്ക്. ഇന്ന് ദീപാവലിയാണ്, അപ്പോൾ അതിൻ്റെ എന്തോ ഫയർ വർക്കൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ചെറുതായിട്ടാണ്, വലുതായിട്ടൊന്നുമില്ല, ചെറുത്.